ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 18ാമത്തെ ശ്ലോകം നോക്കാം. ക്ഷമിക്കണം, 19ാമത്തെ ശ്ലോകം. ലോകവാർത്താരതാ ക്രൂരാ പ്രായശോ ബഹുജൽപികാ ശൂരാ ച ഗൃഹകൃത്യേഷു കൃപണാ കലഹപ്രിയാ. ഇനി ഈ ഒരു ശ്ലോകത്തിലും ധുന്ധുലിയുടെ വർണ്ണന തന്നെയാണ്. എങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് ധുന്ധുലിയുടേത് എന്നാണ് പറഞ്ഞിരുന്നത്. ലോകവാർത്താരത, ലോകത്തിൻ്റെ വാർത്തകളിൽ താല്പര്യമുള്ളവൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ, കാര്യങ്ങളിൽ ഏറെ താല്പര്യമായിട്ടുള്ളവൾ, മറ്റുള്ളവരുടെ ഗുണദോഷങ്ങളിൽ സദാ ശ്രദ്ധാലുവായിട്ടുള്ളവളും ക്രൂരയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ ആ ഒരു ഇതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, ഉള്ളിൽ അല്പം പോലും ആ ഒരു സംസ്കാരം തീണ്ടിയിട്ടില്ല. മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് കണ്ണ് നട്ടുകൊണ്ട് അത് അറിയുന്നതിലാണ് താല്പര്യം. അതേസമയം തൻ്റേത് എപ്പോഴും പൊതിഞ്ഞു വയ്ക്കുക, തൻ്റെ കാര്യങ്ങളൊന്നും പുറത്തേക്ക് പോകാതെ, തൻ്റെ ധർമ്മം എന്താണോ അത് ചെയ്യാതെ, തൻ്റെ ഈ വർണ്ണം എന്താണോ തന്നിൽ നിഷ്കർഷിക്കുന്നത് അതിന് വേണ്ട വിധത്തിലുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയുന്നതിൽ, ചോർത്തുന്നതിൽ സദാ തൽപരയായിരിക്കുന്ന ഒരു ക്രൂരയായ വ്യക്തിത്വം. പിന്നെയോ പ്രായശോ ബഹുജൽപിക, പ്രായശ എന്ന് പറഞ്ഞാൽ പ്രായേണ ബഹുജൽപിക, ധാരാളം സംസാരിക്കും. എന്തിനാ സംസാരിക്കുന്ന? മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ശൂരാജ ഗൃഹകൃത്യേഷു, ശൂര എന്ന് പറഞ്ഞാൽ സമർത്ഥയാണ്. ഗൃഹകൃത്യേഷു എങ്ങനെ? വീട്ടിലുള്ള ജോലികളൊക്കെ നടത്തുന്നതിലൊക്കെ സമർത്ഥയാണ്. എന്നാലോ കൃപണ കലഹപ്രിയ, കൃപണ ഒട്ടും തന്നെ ഈ ദാനധർമ്മങ്ങളൊന്നും ചെയ്യുന്നതിൽ ഒട്ടും താല്പര്യമല്ലാത്തവൾ, അങ്ങനെ മറ്റുള്ളവരോടൊരു കാരുണ്യമില്ലാത്തവളാണ്. പിന്നെയോ കലഹപ്രിയ, എപ്പോഴും ഇങ്ങനെ കലഹം, വീട്ടിനുള്ളിൽ കലഹമുണ്ടാക്കുന്നതിൽ, അത് നമുക്ക് ആ ഒരു സ്വാർത്ഥഭാവം വരുമ്പോൾ തന്നെ കലഹപ്രിയരായിരിക്കും. കാരണം താൻ മാത്രമാണ് ശരി, തൻ്റെ വാക്കുകൾക്ക് മാത്രമാണ് വില കൽപ്പിക്കുന്നത്. തൻ്റേത് എന്നുള്ള ആ ഒരു സ്വാർത്ഥഭാവം കൂടുതലുള്ളവരിൽ എപ്പോഴും മറ്റുള്ളവരോട് കലഹിക്കാനുള്ള, കാരണം മറ്റുള്ളവരെ അവർക്ക് അംഗീകരിക്കാനോ വിലമതിക്കാനോ കഴിയുന്ന ഒരു സംസ്കാരം അവരിലുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സദാ കലഹപ്രിയരായിരിക്കും. മറ്റുള്ളവർ എന്തു പറഞ്ഞാലും അതിനോട് കലഹത്തിൻ്റെ ഭാഷ്യമാണ് അവർക്ക് വശമായിട്ടുണ്ടാവുക. അങ്ങനെ കലഹപ്രിയയായിട്ടുള്ളവളായിരുന്നു ധുന്ധുലി. നോക്കൂ, എത്രമാത്രം മഹത്തായിട്ട് വളരെ ചെറിയ വാചകങ്ങളിലൂടെ അല്ലെങ്കിൽ വാക്കുകളിലൂടെ ആ ആത്മദേവൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രഭാവം വ്യാസഭഗവാൻ പറഞ്ഞുവോ അല്ലേ? വളരെ കുറച്ചേ പറഞ്ഞുള്ളൂ. സർവവേദ വിശാരദ, പിന്നെയോ ശ്രൗതസ്മാർത്തേഷു നിഷ്ണാതഃ ദ്വിതീയൈവ ഭാസ്കര, 3 വാക്കുകളിൽ 3 വർണ്ണനകളിൽ ഒതുക്കിയെങ്കിൽ നല്ലതിനെ നമുക്ക് പറയാനായിട്ട്, അതിനെ പ്രകടിപ്പിക്കാൻ, പ്രകാശിപ്പിക്കാൻ കൂടുതൽ വാക്കുകളുടെ ആവശ്യമില്ല. അല്ല, നമുക്ക് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിനെ, ഉള്ളിൽ പ്രകാശമുള്ള ഒന്നിനെ പ്രകാശിപ്പിക്കാൻ വളരെ ചെറിയ ഒരു ടോർച്ച് മതിയാവും അതിനെ കാണിക്കാൻ. കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു ഗ്ലാസ് ജാറിനുള്ളിൽ നമ്മൾ ഒരു ദീപം കത്തിച്ചു വെച്ചാൽ ചുറ്റിനും ഇരുട്ടാണെങ്കിൽ പോലും അതിനെ ഒന്ന് പുറത്തെ ഇരുട്ടിൽ നിന്ന് കാണണമെങ്കിൽ ചെറിയൊരു ടോർച്ച് മതിയാവും. ഇനി ഇല്ലെങ്കിൽ തന്നെ അതിനെ കാണാൻ കഴിയും. വളരെ ചെറിയൊരു പ്രകാശം മതി അതിനെ കൂടുതൽ അതിൻ്റെ പ്രകാശത്തെ മഹത്വവൽക്കരിക്കുന്നതിന്, അല്ലെങ്കിൽ അതിൻ്റെ ആ മഹത്വത്തെ പ്രകടിപ്പിക്കുന്നതിന്. മറിച്ച് ഒരു ഇരുമ്പ് കുടത്തിനുള്ളിലാണ് ആ ദീപം കത്തിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ പുറത്തേക്ക് അത് സദാ അന്ധകാരത്തെ പരത്തിക്കൊണ്ടിരിക്കും. ഉള്ളിൽ ദീപമുണ്ടെങ്കിൽ പോലും അത് പുറത്തേക്ക് വരില്ല, കാരണം അന്ധകാരത്താൽ മൂടപ്പെട്ട് കിടക്കുകയാണത്. ഇവിടെയും അതുപോലെ തന്നെ ഈ ധുന്ധുലിയെ എന്താണെന്ന് കാണിക്കുവാൻ, പൂർണ്ണമായിട്ട് കാണിച്ചാലും പറഞ്ഞാലും തീരില്ല, അത്രമാത്രം വിഷലിപ്തമായ ഒരു വ്യക്തിത്വമാണ് ധുന്ധുലിയുടേത്. ഇവിടെ പറഞ്ഞു മറ്റുള്ളവരുടെ ഗുണദോഷങ്ങളിലാണ് താല്പര്യമായിട്ടിരിക്കുന്നത്. ആ സമയത്ത്
മറ്റുള്ളവരുടെ ഗുണങ്ങളും ദോഷങ്ങളും ശ്രദ്ധിക്കാൻ പോകുന്നതിൽ, മറ്റുള്ളവരെന്തു പറയുന്നു എന്ന് ശ്രദ്ധിക്കാൻ പോകുന്നിടത്ത് തൻ്റെ തന്നെ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കി തിരുത്താൻ ശ്രമിച്ചാൽ എത്രയോ നല്ലതാണല്ലേ. പക്ഷേ ഇവിടെ ധുന്ധുലിയുടെ വ്യക്തിത്വം എങ്ങനെയാ? തന്നിലേക്ക് നോക്കില്ല. താനെല്ലാം തികഞ്ഞവൾ, താൻ പറയുന്നതെല്ലാം ശരിയെന്ന ധാരണയോടുകൂടി ഇരിക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ശരി തെറ്റുകളെ, മറ്റുള്ളവരുടെ ഗുണദോഷങ്ങളെ അതിലേക്ക് കണ്ണും നട്ടിരിക്കുന്നവളാണ്. പിന്നെയോ ക്രൂരയാണ്. ഈ മറ്റുള്ളവരുടെ ഇത് അറിയാൻ വേണ്ടിയിട്ട് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് കൊണ്ട് തന്നെ ബഹുജൽപിക. പിന്നെയോ ഗൃഹകാര്യങ്ങളിലൊക്കെ താല്പര്യമായിരിക്കും, എന്നിരുന്നാൽ പോലും എല്ലാം വേണ്ട വിധത്തിൽ ചെയ്താൽ പോലും ഒട്ടും തന്നെ ദാനധർമ്മങ്ങളിൽ താല്പര്യമില്ല. അതേപോലെ കലഹപ്രിയയാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ലോകവാർത്താരതാക്രൂര പ്രായശോ ബഹുജൽപിക ശൂരാ ച ഗൃഹകൃത്യേഷു കൃപണാ കലഹപ്രിയ. പൊതുവെ എല്ലാം എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 20ാമത്തെ ശ്ലോകം നോക്കാം. ഏവം നിവസതോ പ്രേംണ ദമ്പത്യോരനപത്യയോ അർത്ഥാഃ കാമാസ്തയോരാസന്ന സുഖായ ഗൃഹാദികം. ഏവം ഇപ്രകാരം നിവസതഃ ഇങ്ങനെ രണ്ടുപേരും സുഖമായിട്ട് അങ്ങനെ വസിച്ചു വരികയാണ്. ആരൊക്കെയാണ്? ആത്മദേവനും ധുന്ധുലിയും. നമുക്കറിയാം ഒരാളിൻ്റെ മഹത്വവും ഒരാളിൻ്റെ കുറവുകളും നമ്മളിപ്പോൾ കാണിച്ചു തന്നു. അവരെന്നിട്ടും എങ്ങനെ സുഖം? രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നവരല്ലേ എന്ന് ചോദിച്ചാൽ എപ്പോഴും വിദ്യ കൊണ്ട് സമ്പന്നനായിട്ടുള്ളവൻ വിനയാൻവിതനാവും. അവനോട്, അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് ആര് എതിർക്കുവാൻ വന്നാലും അവരൊഴിഞ്ഞു മാറും, മൗനം പാലിക്കും. കാരണം അവർ തിരിച്ച് ഇതുപോലെയുള്ള ധുന്ധുലിയെ പോലെയുള്ളവരോട് സംസാരിക്കുവാൻ പോയാൽ അല്ലെങ്കിൽ തർക്കങ്ങളിൽ ഏർപ്പെട്ടാൽ വിനയാൻവിതൻ്റെ സംസ്കാരവും അതേ വിദ്യാസമ്പന്നൻ്റെ സംസ്കാരവും കൂടി ക്ഷയിക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആ സംസ്കാരത്തിൻ്റെ മഹത്വം അറിയാവുന്നത് കൊണ്ട് അവർ കഴിയുന്നതും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അത്തരം സംസ്കാര സമ്പന്നരായിട്ടുള്ളവർ മറ്റുള്ളവരോട് തർക്കിക്കാൻ പോവില്ല, ഒരു തർക്ക വിഷയത്തിൽ ഏർപ്പെടില്ല. കാരണം ധുന്ധുലിക്കൊരിക്കലും ആത്മദേവനെ പോലെ വിദ്യാസമ്പന്നയാകാനും കഴിയില്ല, സംസ്കാര സമ്പന്നയാകാനും കഴിയില്ല. ആത്മദേവൻ ഒരിക്കലും ധുന്ധുലിയെപ്പോലെ സംസ്കാര ശൂന്യയാവാനും കഴിയുകയില്ല. ഇവിടെ അതുകൊണ്ട് തന്നെ ഏവം നിവസതോ പ്രേംണ, ഇപ്രകാരം രണ്ടുപേരും വളരെ സ്നേഹത്തോടുകൂടി, പ്രേമത്തോടു എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടുകൂടി കഴിഞ്ഞു. കാരണം എന്താ? ഇവിടെ തർക്കങ്ങളില്ലാത്തതുകൊണ്ട് അവർ സ്നേഹമായിട്ട് കഴിഞ്ഞു. ആ തർക്കമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറയുന്നത് പോലെ ആത്മദേവൻ്റെ സംസ്കാരത്തിൻ്റെ മഹത്വം കൊണ്ട് ഇവർ തമ്മിൽ അങ്ങനെ വലിയ കലഹങ്ങളില്ലാതെ സന്തോഷത്തോടുകൂടി കഴിഞ്ഞുവെങ്കിലും അനപത്യയോ ആ ദമ്പതികൾക്ക് അനപത്യയ സന്തതികൾ ഉണ്ടായിരുന്നില്ല. കാമാസ്തയോരാസന്ന സുഖായ ഗൃഹാധികം. ധാരാളം അവർക്ക് സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു. മുമ്പേ പറഞ്ഞിരുന്നു സുകുലോത്ഭവ, വളരെ ധനികയായ ഒരു കുടുംബത്തിൽ തന്നെ ആയിരുന്നു ഈ ധുന്ധുലി ജനിച്ചത്. അതുകൊണ്ട് തന്നെ അർത്ഥമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കാമാസ്തയോരാസന്ന സുഖായ, കാമ തയോഹോ ആസന്ന, ഇങ്ങനെ കാമ തയോ ആസന്ന സുഖായ, ഇങ്ങനെ 5 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുകയാണ് കാമ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ സന്തോഷമായി കഴിയാൻ വേണ്ട എല്ലാ ഭോഗവിഷയങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അവർ തയോ എന്ന് പറഞ്ഞാൽ അവർ ആസന്ന സുഖായ, അവർ സുഖമായിട്ടല്ല കഴിഞ്ഞത് എന്ന് പറയാൻ കാരണം അതിൻ്റെ ഹേതു എന്താണോ അതാണ് തൊട്ട് മുൻപ് പറഞ്ഞ. എന്താണ്? അവർക്ക് ദമ്പത്യോരനപത്യയോ, സന്തതികളില്ലാത്ത ഒരു ദുഃഖം, ബാക്കി എല്ലാ അവരുടെ ജീവിതത്തിൽ അവർക്ക് വേണമെന്നുള്ള എല്ലാ സമ്പത്തുകളുടെ നടുവിലും അവർക്ക് ദുഃഖത്തെയാണ് പ്രദാനം ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഈ സന്തതി ഇല്ലാത്ത ദുഃഖത്തെ ഇല്ലാതെയാക്കാൻ
ബാക്കി ഒന്നിനും അർത്ഥ കാമ ഇതിനൊന്നിനും കഴിഞ്ഞില്ല. ഗൃഹാധികം എന്ന് പറഞ്ഞാൽ ഈ ഗൃഹ വീടും ആധികം എന്ന് പറഞ്ഞാൽ ഗൃഹം പോലെയുള്ള എല്ലാം തന്നെ ജീവിക്കാൻ വേണ്ടുന്നതൊക്കെ ഉണ്ടായിട്ടും അവരുടെ ദുഃഖത്തെ നിവാരണം ചെയ്യാൻ ഇതിനൊന്നിനും ബാഹ്യമായ ഈ വിഷയങ്ങൾക്കൊന്നിനും ഈ സമ്പത്തുകൾക്കൊന്നിനും കഴിഞ്ഞില്ല. അർത്ഥ കാമ ഗൃഹ ആധികം ഒന്നിനും തന്നെയും ന സുഖായ ആ സുഖത്തെ കൊടുക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അവർക്ക് ആ പരമ്പര നിലനിർത്തിക്കൊണ്ട് പോകുവാൻ ഒരു സന്തതിയില്ലാതെ പോയി. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഏവം നിവസതോ പ്രേംണ ദമ്പത്യോരനപത്യയോ അർത്ഥാഃ കാമാസ്തയോരാസന്ന സുഖായ ഗൃഹാധികം. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിവസതോഹോ, അവിടെ ഒകാരം നീട്ടിയെടുക്കുക, അതുപോലെ വിസർഗമുണ്ട്. പിന്നെ ദമ്പത്യോരനപത്യയോ അത് ചേർത്ത് തന്നെ എടുക്കുക, അവിടെയും വിസർഗമുണ്ട്, അവസാനം ഓകാരം നീട്ടിയെടുക്കുക. പിന്നെ അർത്ഥാഹ്, അതുപോലെ കാമാസ്തയോരാസന്ന സുഖായ, ന എന്നുള്ളത് കൂട്ടക്ഷരമാണ്, തയോർ ആസനാണ്. അപ്പോൾ തയോരാസന്ന, അവിടെ നകാരം കുറച്ച് കട്ടിയിൽ തന്നെ എടുക്കുക. ഇത് ഇത്രയുമാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അടുത്തത് 21-ാമത്തെ ശ്ലോകം. പശ്ചാദ്ധർമാ സമാരബ്ധാസ്താഭ്യാം സന്താനഹേതവേ ഗോഭൂഹിരണ്യവാസാംസി ദീനേഭ്യോ യച്ഛത സദാ. പശ്ചാദ്ധർമ്മ സമാരബ്ധാസ്താഭ്യാം. പശ്ചാദ്ധർമ്മ, പശ്ചാത് ധർമ്മ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പശ്ചാദ്ധർമ്മ. പശ്ചാത് എന്ന് പറഞ്ഞാൽ പിന്നീട്. അപ്പോൾ ഈ ദുഃഖം അവരെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ ഈ ദുഃഖത്തിൻ്റെ ഹേതു നോക്കൂ, ഇവിടെ ജ്ഞാനിയായ ഒരാൾ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത് പിന്നീട് സാവധാനം ധുന്ധുലിയെ പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ട് പിന്നീട് അവർ ധർമ്മത്തിനനുസൃതമായിട്ടുള്ള സമാരബ്ധാസ്താഭ്യാം, സമാരബ്ധാസ്താഭ്യാം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സമാരബ്ധാസ്താഭ്യാം. താഭ്യാം എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും, അതായത് ആത്മദേവനും ധുന്ധുലിയും സമാരബ്ധ ആരംഭിച്ചു. എന്ത്? സന്താനഹേതവേ, ഒരു സന്താനലബ്ധിക്കായിക്കൊണ്ട് ഗോഭൂ ഹിരണ്യവാസാംസി, ഗോഭൂ ഹിരണ്യവാസാംസി. ഗോ എന്ന് പറഞ്ഞാൽ പശുക്കൾ, ഭൂ എന്ന് പറഞ്ഞാൽ ഭൂമി, ഹിരണ്യ എന്ന് പറഞ്ഞാൽ സ്വർണം, വാസാംസി വസ്ത്രങ്ങൾ, ഈ മുതലായവയൊക്കെയും ദീനേഭ്യോ യച്ഛത സദാ. ദീനേഭ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തവർക്ക്, അതിനൊക്കെ ക്ഷാമമുള്ളവർക്ക്, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുത്തു. ഒരു പശുവിനെ കൊടുത്തതുകൊണ്ട് അവരുടെ ജീവിതമാർഗമാകുമെന്നുള്ളവർക്ക് പശുവിനെ കൊടുത്തു. ഗൃഹമില്ലാത്തവർക്ക് ഭൂമി കൊടുത്തു. അതേപോലെ സ്വർണം, വസ്ത്രങ്ങൾ, അതൊക്കെ അത് വേണ്ടവരായിട്ടുള്ളവർക്കൊക്കെയും അത് ദാനം ചെയ്യാൻ തുടങ്ങി. യച്ഛത സദാ. യച്ഛത എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടി കൊടുത്തു. സദാ എന്ന് പറഞ്ഞാൽ അങ്ങനെ എപ്പോഴും ചെയ്യുവാൻ തുടങ്ങി. അപ്പോൾ എന്തുകൊണ്ട്, നമുക്കിപ്പോൾ തോന്നാം എന്തുകൊണ്ടെങ്കിൽ പിന്നെ ആത്മദേവൻ ഇത് മുൻപേ ധുന്ധുലിയോട് പറയാമായിരുന്നില്ലേ? നോക്കൂ, ഇവിടെ കാലം പലത് കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സന്തതി ഇല്ലെന്നുള്ള ദുഃഖം അതിൻ്റെ പാരമ്യതയിലെത്തി. അതായത് ദുഃഖത്താൽ ശരിക്കും ധുന്ധുലി വിവശയായി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ആത്മദേവൻ ഈ ഒരു സത്യത്തെ പറയുന്നത്. എന്താ? നമുക്ക് സന്തതികളില്ലാത്തതിന് കാരണം ദാനധർമാദികൾ വേണ്ട വിധത്തിൽ നടത്താത്തതാണ്. അത് നമ്മൾ ചെയ്യണം. ധർമ്മത്തിന് അനുസൃതമായിട്ടുള്ള ദാനം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്കെപ്പോഴും നമ്മൾ ഒരല്പം അഹങ്കാരം അല്ലെങ്കിൽ മതം ഉള്ളിൽ നിൽക്കുമ്പോൾ നമ്മളോട് ആരെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞു തന്നാൽ അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാവും. മറിച്ച് നമ്മൾ അടിപറ്റി കിടക്കുന്ന ഒരു സമയത്ത് അതേ കാര്യം പറഞ്ഞാൽ എളുപ്പം ഗ്രഹിക്കാൻ കഴിയും, അല്ലേ? ഇതേപോലെയാണ് ഇവിടെ ധുന്ധുലിക്ക് ആ തുടക്കം മുതലേ ആത്മദേവന് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് സന്തതി ഇല്ലാത്തതെന്ന്. ഈ ദാനധർമാദികൾ വേണ്ട വിധത്തിൽ ചെയ്യുന്നില്ല ധുന്ധുലി എന്ന് ആത്മദേവൻ അറിയാം. പക്ഷേയോ പറയുക വയ്യ. കാരണം
ധുന്ധുലിയുടെ സ്വഭാവമനുസരിച്ച് ആര് പറഞ്ഞാലും കേൾക്കുന്ന ഒരു രീതിയല്ല ധുന്ധുലിയുടേത്, മറിച്ച് താൻ തന്നെയാണ് രാജാവ്, തൻ്റെ വാക്കുകളാണ് പരമമായിട്ടുള്ള, മറ്റാരുടെയും വാക്കുകളെ ശ്രവിക്കുവാൻ ധുന്ധുലി തയ്യാറാകാത്ത ഒരു സ്വഭാവമായിരുന്നു. ഇപ്പോഴാകട്ടെ ആ സന്തതി ഇല്ല എന്നുള്ള ദുഃഖം അതിൻ്റെ പാരമ്യതയിലെത്തിയപ്പോൾ ഇനിയും താൻ പറഞ്ഞാൽ ധുന്ധുലിക്ക് മനസ്സിലാകുമെന്ന് തോന്നിയതുകൊണ്ട് ഇപ്പോഴാണ് ആത്മദേവൻ ആ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി ഇപ്പോൾ ധാരാളം ഭൂമി, പശു, സ്വർണം, വസ്ത്രങ്ങൾ ഒക്കെ വേണ്ടവർക്ക്, അതിന് യോഗ്യരായിട്ടുള്ളവർക്ക് ഇഷ്ടം പോലെ ദാനം ചെയ്യുവാൻ തുടങ്ങി. നമുക്കറിയാം ഇതേപോലെ ഒരു സാഹചര്യത്തിലാണ് സാക്ഷാൽ ഭഗവാന് അർജുനന് ഗീതോപദേശം നൽകുന്നത്, അല്ലേ? ഇത് മുന്നേ ആകാമായിരുന്നില്ലേ? യുദ്ധഭൂമിയിൽ വന്നു നിന്ന് വേണമായിരുന്നുവോ ഗീതോപദേശം നൽകുവാൻ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്തുകൊണ്ട്? അത് സ്വീകരിക്കുവാനുള്ള തലത്തിലേക്ക് പാത്രം യോഗ്യമാവണമെങ്കിൽ, പാകപ്പെടണമെങ്കിൽ ദുഃഖത്തിൻ്റെ ഏറ്റവും അടിത്തട്ട് വരെ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ മനസ്സിലേക്ക് എന്തു പറഞ്ഞു കൊടുത്താലും അത് സ്വീകരിക്കുവാനുള്ള തലത്തിലേക്ക് അത് എത്തുകയുള്ളൂ. ഇവിടെ അർജുനനും ദുഃഖത്താൽ തളർന്നിരുന്ന സന്ദർഭത്തിൽ മാത്രമാണ് ഗീത ഉപദേശിച്ചത്. ഒരു പക്ഷേ അർജുനനെ പോലെ മറ്റാരും തളർന്നിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കാർക്കും ഭഗവാൻ ഗീത ഉപദേശിച്ചതുമില്ല. കാരണം ആ ഭഗവാൻ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് സ്വീകരിക്കുവാൻ പരുവപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ അർജുനൻ മാത്രമാണ്. പിന്നീട് അത് സ്വീകരിച്ച ആളാണ് സഞ്ജയൻ. എന്നാൽ സഞ്ജയനിലൂടെ അത് എത്തിയിട്ടും ധൃതരാഷ്ട്രരിലേക്ക് അത് വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോയത് അത് സ്വീകരിക്കുവാൻ ആ മനസ്സ്, ആ വ്യക്തിത്വം പാകപ്പെട്ടിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. സഞ്ജയൻ ആ ഗീത മുഴുവൻ കേട്ടതിന് ശേഷം പറഞ്ഞത്, ഇനി ഇതിൽ പരം ഒരു ഭാഗ്യം എനിക്ക് കിട്ടുവാനില്ല. ഈ അർജുനനെയും ഗീതോപദേശം നടത്തുന്ന ഭഗവാനെയും കൂടി ഒന്നിച്ച് കണ്ടാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സുഹൃതം. അങ്ങനെ ധ്യാനിക്കാൻ കഴിഞ്ഞാൽ, അല്ലേ? അവസാനം സഞ്ജയൻ പറയുന്നുണ്ട്, യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർവിജയോ ഭൂതിർ ധ്രുവ നീതിർമതിർമമ. അല്ലേ? എവിടെയാണോ ഈ ഒരു ഭാവത്തെ, ഈ അർജുനനും ശ്രീകൃഷ്ണനും ഭഗവാൻ ഇരുന്നിട്ട് അർജുനന് ഈ ഒരു ഗീതോപദേശം കൊടുക്കുന്ന ഈ ഒരു ഭാവത്തെ ആരാണോ ധ്യാനിക്കുന്നത്, ഈ യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണൻ പാർത്ഥൻ ഇത് ഉപദേശിച്ചു കൊടുക്കുന്നത്, തത്ര ശ്രീർവിജയോ ഭൂതിർ ധ്രുവാ നീതിർമതിർമമ. അവിടെ ശ്രീയും വിജയവും ഒക്കെ കുടികൊള്ളും. അത് ധ്രുവ എന്നാ പറഞ്ഞ ഉറപ്പാണ് എനിക്ക്. കാരണം പൂർണ്ണമായും മനസ്സിലാക്കിയിരിക്കുന്നു ഭഗവാൻ എന്ന സത്യത്തെ സഞ്ജയൻ. പക്ഷേ ആ തത്വം ധൃതരാഷ്ട്രരിൽ യാതൊരു ചലനങ്ങളും സൃഷ്ടിക്കുവാൻ കഴിഞ്ഞില്ല. അത് തന്നിലേക്ക് എത്തിച്ചേർന്ന തത്വങ്ങളുടെ അല്ലെങ്കിൽ ആ സത്യത്തിൻ്റെ ശക്തിക്കുറവല്ല, സ്വീകരിക്കാൻ പാത്രം യോഗ്യമല്ലാത്തത് കൊണ്ടായിരുന്നു. ഇവിടെയും അതുപോലെ ധുന്ധുലി പരുവപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ആത്മദേവൻ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് രണ്ടുപേരും കൂടി ഇപ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. ദാനധർമാദികൾക്ക് തയ്യാറായിരിക്കുന്നു ധുന്ധുലി. ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞു, കൃപണ ഒട്ടും തന്നെയും ദാനധർമ്മങ്ങളിൽ താല്പര്യമില്ല എന്ന് വ്യാസഭഗവാൻ ആദ്യമേ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ പരുവപ്പെട്ടതുകൊണ്ട് രണ്ടുപേരും കൂടി ഇപ്പോൾ ധാരാളം ദാനധർമാദികളൊക്കെ സദാ ചെയ്യുവാൻ ആരംഭിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പശ്ചാദ്ധർമ്മ സമാരബ്ധാസ്താഭ്യാം സന്താനഹേതവേ ഗോഭൂഹിരണ്യവാസാംസി ദീനേഭ്യോ യച്ഛത സദാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പശ്ചാദ്ധർമ്മ, അവിടെ വിസർഗവും ദീർഘവും ഉണ്ട്. അതുപോലെ പശ്ചാത് ധർമ്മ, പക്ഷെ അത് ചേരുമ്പോൾ ഥ വന്നു കഴിഞ്ഞാൽ അത് ഖരാക്ഷരമാണ്. അപ്പോൾ അതുകൊണ്ട് പശ്ചാദ്ധർമ്മ, ധകാരം നന്നായി കട്ടിയിൽ തന്നെ വായിക്കുക. അതേപോലെ സമാരബ്ധാസ്താഭ്യാം, അവിടെ സ ജോയിൻ ചെയ്യാൻ വരുന്നുണ്ട്, സ ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ യച്ഛത, അവിടെ ഒരു വിസർഗമുണ്ട്, അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 22ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.